ഇന്ന് ഞായറാഴ്ചയാണേ. ഞായറാഴ്ചകളിൽ ഞങ്ങളുടെ വീട്ടിലെ കാപ്പി പുട്ടാണ്. അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ 2 കുർബാനയാണ് ഞായറാഴ്ചകളുള്ളത്. ഒന്ന് 6 മണിക്കും മറ്റൊന്ന് 9:30ക്കുമാണ്. അപ്പോൾ ഞാൻ രാവിലെ 6 മണിക്കുള്ള കുർബാനയ്ക്കാണ് കൂടുന്നത്. അത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോഴത്തേനും വീട്ടിൽ വരും. വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും മക്കൾക്കൊക്കെ പെട്ടെന്ന് വിശക്കാനാവും. അങ്ങനെ പെട്ടെന്ന് ചായയൊക്കെ ഇട്ട് ഞങ്ങളൊന്ന് പെട്ടെന്ന് പിള്ളേർക്ക് കൊടുത്തിട്ട് പിന്നെ പുട്ടുണ്ടാക്കാനായിട്ട് നിൽക്കും. ഞാൻ പുട്ട് കുറ്റിയിലല്ല ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവി കയറ്റുക ചെയ്യുന്നത്. ഇഡ്ഡലി പാത്രത്തിന് തട്ടിൽ ഇലയൊക്കെ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. ഇത് ഒരാൾക്ക് വിശക്കുന്നു, അടുത്തയാൾക്ക് കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പെട്ടെന്ന് ആവും. നമ്മുടെ ഒരു കുറ്റി പുട്ടുണ്ടാക്കി എടുക്കുന്ന ടൈം മാത്രം മതി ഇതിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള പുട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ പുട്ടിൻ്റെ ആ ഷേപ്പ് കിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ പുട്ടാണല്ലോ, നമ്മൾ പൊടിച്ചാണല്ലോ കഴിക്കുന്നത്. ആ ഒരു പൊടി നമുക്ക് പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം പുട്ടിൻ്റെ മാവൊക്കെ ഒന്ന് തയ്യാറാക്കി വെച്ച ശേഷം ഇഡലി പാത്രത്തിലെ വെള്ളമൊക്കെ എടുത്ത് വെച്ച് അതൊന്ന് ആവി കയറുന്ന ടൈമിൽ നമുക്ക് ഇലയൊക്കെ വെട്ടിയെടുത്തിട്ട് വരാം. ഇല പോയി വെട്ടിയെടുത്തിട്ട് വന്നപ്പോൾ ഇന്നത്തെ ഇല എനിക്കത് പീസായിട്ടുള്ള ഇല കിട്ടിയത്, മുഴുവനായിട്ടുള്ള ഇല കിട്ടിയില്ലായിരുന്നു, കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ ഇല വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അത് ഞങ്ങൾ ആദ്യം ആവിയിലല്ല ഇലയൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത ശേഷം ഈ വെള്ളം തിളച്ചിട്ടുള്ള നമ്മുടെ ഇഡലി പാത്രത്തിൽ ആ തട്ടിലോട്ട് ഈ ഇലയൊക്കെ ഒന്ന് അടുക്കി വെക്കണം. അടുക്കി വെച്ചിട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മാവിട്ട് കൊടുക്കണം. വീണ്ടും അടുത്ത ലെയർ തേങ്ങ ഇട്ട് കൊടുക്കണം. അടുത്ത് വീണ്ടും മാവിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ മാവും തേങ്ങയും തീരുന്നത് വരെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പുട്ടുകുരിയിൽ തേങ്ങയും പൊടിയും നിറയ്ക്കത്തില്ല, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ചെയ്തിട്ട് ഇതെല്ലാം എടുത്ത് നമ്മൾ മടക്കി ഈ എല്ലാം കഴിഞ്ഞ ശേഷം ഈ ഇലയൊക്കെ ഒന്ന് പുറത്തോട്ടിരിക്കുന്ന ഇലയെല്ലാം നമ്മൾ അതിലോട്ട് മടക്കി വെച്ചിട്ട് ഇഡലി അടപ്പ് വെച്ചൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിക്കോളും. പുട്ടിൻ്റെ പൊടിയാണല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമുക്ക് പുട്ടുകുറ്റി ഇല്ലെങ്കിലും നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്.